ജനഗണമനയ്ക്കും ക്യൂൻസിനും ഒക്കെ ശേഷം വന്നൊരു സിനിമ. നിവിന്റെ ഒരു കമ്പാക്ക് എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ധ്യാനിന്റെയും നിവിന്റെയും കോമ്പിനേഷൻ കോമഡീസ് നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ഹാഫിൽ വളരെ നല്ല എൻഗേജ് ചെയ്യുന്നുണ്ട്. മലയാളത്തിന്റെ ഒരു ബജരംഗി ഭായിജാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. നിവിൻ പോളിനെ കുറെ നാൾക്ക് ശേഷമുള്ള അടിപൊളി പടം. വർഷങ്ങൾക്ക് ശേഷം മൂവില് സെൽഫ് റോളൊക്കെ ആയിട്ട് തിരിച്ചു വന്നല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ ഒരു കംബാക്ക് എന്നുള്ള രീതിക്കാണ് പടം. ഇതൊരു മലയാളത്തിന്റെ ഒരു ബജരംഗി ഭായിജാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട കുറെ കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ റിപ്പയർ. എനിക്ക് ഇതേപോലത്തെ സെയിം സാഹചര്യങ്ങൾ പല മലയാള സിനിമകളിൽ തന്നെ കണ്ടില്ലേ എന്നുള്ള രീതിയിൽ. കാരണം അത് ഇന്ന് മാത്രമല്ല, ഒരു 5-6 വർഷം മുമ്പ് ഇറങ്ങിയ പല സിനിമകളിലും ഈ ഒരു കാലഘട്ടത്തിലിടയ്ക്ക് പല സിനിമകളിലേക്ക് കുറെ റിപ്പീറ്റേഷൻ ആയിട്ട് വന്നത് എനിക്ക് തോന്നി. അത് ചെറിയൊരു ഇതായി. പക്ഷെ അതെല്ലാം റെലവൻ്റ് ആണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒരു നായകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്താണ്. ആ ഭാഗത്ത് നിന്ന് ടിപ്പിക്കലായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന വാർത്തകളിൽ കാണുന്ന പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അതിൽ കൂടെ തമാശകൾ ഉണ്ടാക്കുക, പിന്നെ അതിനുശേഷം അതൊരു സീരിയസ് ആയി മാറുക. കാരണം നമ്മൾ കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പോവുക, അങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങൾ. പിന്നെ ഒരു നായകന് ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം, പിന്നെ അവിടെ വേറെ ഒരു അന്യരാജ്യക്കാരനെ കാണുന്നത്, അങ്ങനെയൊക്കെ പോയാണ് കഥ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പുതുമ ഉള്ള ഒരു പ്രമേയമല്ല. ഇതിപ്പം ബജരംഗി ഭായിജാൻ ഏകദേശം 10 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അപ്പം അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി റിപ്പീറ്റേഷൻ, നമ്മൾ കണ്ട കുറെ കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞത്. ആത്യന്തികമായിട്ട് ഇതൊരു നന്മ അല്ലെങ്കിൽ ഒരു സമാധാനം കാക്ഷിക്കുക. എല്ലാ നാട്ടുകാരും സമാധാന കാംക്ഷികളാണ്. പക്ഷെ അതങ്ങനെയല്ല പ്രചരിപ്പിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാനാണ് സംവിധായകൻ ഈ ഒരു സിനിമ വഴി ഉദ്ദേശിക്കുന്നത്. നല്ല സിനിമ എന്ന് വെച്ചാൽ എബോ ആവറേജ് സിനിമയാണ്. അങ്ങനെ പിടിച്ചിരുത്താനും വേണ്ടിയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മുടെ ജനഗണമനയ്ക്കും ക്യൂൻസിനും ഒക്കെ ശേഷം വന്നൊരു സിനിമ, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര സിനിമയായിട്ട് തോന്നിയില്ല. ഒരു നോർമൽ സ്റ്റോറിയാണ്. നമ്മുടെ എന്താ പറയാ, ഇതിലൊക്കെ കാണുന്ന പോലെ വലിയ പൊളിറ്റിക്കൽ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ക്ലൈമാക്സും അത്ര വൺ ടൈം വാച്ചാണ്. ക്ലൈമാക്സും അത്ര ഭയങ്കര സൂപ്പർ ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ ധ്യാന്റെയും പിന്നെ ആളുടെയൊക്കെ നിവിൻ പോളിയുടെയൊക്കെ കോമഡീസ് ഒക്കെ ഉണ്ട് എന്നല്ലാതെ ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് അതിൽ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത്ര ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. നിവിൻ പോളിനെ കുറെ നാൾക്ക് ശേഷമുള്ള അടിപൊളി പടം. ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമ. റെക്കമെൻഡ് ചെയ്യൂ? റെക്കമെൻഡ് ചെയ്യാം. നിവിന്റെ ഒരു കമ്പാക്ക് എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്യും. നമ്മൾ സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സൊസൈറ്റിയിൽ കാണുന്ന കുറെ പ്രോബ്ലംസും കുറച്ച് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നംസും അങ്ങനെ കുറെ പ്രോബ്ലംസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു നല്ല മൂവിയാണ്. അനശ്വര കുറച്ച് ഒരു ലേഡി കമ്പോണന്റ് വേണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന പോലെ ഒരു ഫീൽ പറഞ്ഞു. രണ്ടുപേരും നല്ല കോമഡി ഉണ്ട്. മുമ്പത്തെ എങ്ങനെയാണോ ആ ഒരു വൈബ് ഉണ്ട്. പടമാണ്. എന്തായാലും ഒരു തവണ തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഈ ആവേശവും വേറെ, അതുപോലെ തന്നെ ഡിജോ ജോസഫിന്റെ ജനഗണമനയൊക്കെ കമ്പയർ ചെയ്താൽ കുറച്ച് ഗ്രാഫ് കുറഞ്ഞു നിൽക്കുമെന്ന് പറയേണ്ടി വരും. പക്ഷെ മൊത്തത്തിൽ നല്ലതാണ്. നല്ലൊരു പൊളിറ്റിക്കൽ സെറ്റാണ്. ഒരുപാട് കോമഡി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ധ്യാനിന്റെയും നിവിന്റെയും കോമ്പിനേഷൻ കോമഡീസ് നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ഹാഫിൽ വളരെ നല്ല എൻഗേജ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് മെസ്സേജ് ഉണ്ട്, കുറെ സെന്റിമെന്റലുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ലാസ്റ്റിൽ ക്ലൈമാക്സ് കുറച്ചും കൂടി ഡയറക്ഷനിൽ കുറേ ബെറ്റർ ആക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ ബാക്കി എല്ലാം നന്നായിട്ടുണ്ട്. പാട്ടുകളും കുറച്ചൊന്ന് താഴ്ന്നു നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ നിവിന്റെ നല്ലൊരു കമ്പാക്കാണ്. ധ്യാനിന്റെ നിവിന്റെ കോമ്പിനേഷനാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ അതുപോലെ മഞ്ജു പിള്ളേര് നല്ല ആക്ടിംഗ് ആണ്. അതുപോലെ സലീം കുമാറും ഷെയ്നും ചക്കും വളരെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനൊക്കെ ഉള്ള സീക്വൻസേ ഉള്ളൂ. പക്ഷെ വളരെ നല്ല മെസ്സേജും തിയേറ്ററിൽ എറപ്റ്റായി കൈയടിക്കുന്ന സീനുകളും ഉള്ള ഒരു ഇതാണ്. നല്ലൊരു മെസ്സേജ് വരുന്നുണ്ട്. മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പല സാഹചര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നതായാലും മൊത്തത്തിൽ വേൾഡിൽ നടക്കുന്നതായാലും അതിന്റെ ഒരു മെസ്സേജ് കൊണ്ടുവന്നിട്ടുണ്ട്. പല മൂവിയിൽ കണ്ടതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴും അതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളത് ഡിജോ ജോസ് കാണിച്ചു തരുന്നുണ്ട്. മൊത്തത്തിൽ നല്ല മൂവി.
എനിക്ക് തോന്നുന്നു നല്ല മാജിക് ഫ്രെയിംസിന് പ്രോഫിറ്റ് വരുന്ന ലെവലിലുള്ള നല്ലൊരു ഹിറ്റ് തന്നെ വരുമെന്ന് തോന്നുന്നു. കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. എന്നാലും ഓവറോൾ നന്നായിട്ട് തോന്നി. നിവിന്റെ കംബാക്ക് എന്ന് പറയാൻ പറ്റുമോ? കംബാക്ക് എന്ന് പറയാൻ കുറച്ചും കൂടി ബെറ്റർ വർഷങ്ങൾക്ക് ശേഷത്തിലെ പെർഫോമൻസ് ആയിരിക്കും. ഇതില് നല്ല രീതിക്ക് കോമഡി ചെയ്തിട്ടുണ്ട്. നിവിന് കോമഡി ഒരു സേഫ് സോൺ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ല രീതിക്ക് കോമഡി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കുറെയൊക്കെ സീരിയസ് ഇതിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷെ കംബാക്ക് എന്ന് കുറച്ചും കൂടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതിന് മുന്നേ ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം. മലയാളി ഫ്രം ഇന്ത്യ ആക്ച്വലി എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷേ ഫസ്റ്റ് ജനഗണമന ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ചും കൂടെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറച്ചും കൂടെ എനിക്ക് അധികം ഇഷ്ടമായി. ഇഷ്ടമായി, കൊള്ളാം. മുൻപ് കമ്പാരിസൺ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആകായിരുന്നു അല്ലേ? കമ്പാരിസൺ നോക്കും, നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. എന്നാലും കമ്പാരിസൺ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ജനഗണമനയൊക്കെ ആയിട്ടാണ് തോന്നിയത്. ഇത് പക്ഷേ നിവിൻ പോളിയുടെ ഒക്കെ പെർഫോമൻസ് തിരിച്ചു വന്ന് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം മൂവിയിൽ സെൽഫ് റോളൊക്കെ ആയിട്ട് തിരിച്ചു വന്നല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ ഒരു കംബാക്ക് എന്നുള്ള രീതിക്കാണ്. പക്ഷെ കുറച്ച് മിക്സിംഗ് ഓഫ് സ്റ്റോറീസ് പോലെ തോന്നി. ബാക്കി കുറെ സിനിമകൾ ഉണ്ടല്ലോ, നമ്മുടെ കുറെ സിനിമകള് ജസ്റ്റ് മിക്സ് ചെയ്ത പോലെയൊക്കെ ഒരു ഫീൽ തോന്നി. പക്ഷേ എനിവേ നല്ലൊരു മൂവിയാണ്. വൺ ടൈം നമുക്ക് കണ്ടിരിക്കാം, ചിരിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫീൽ ഗുഡ് മൂവിയാണ്. എനിക്കിഷ്ടമായി. എന്റർടൈനർ ആണ്, കംപ്ലീറ്റ് എന്റർടൈനർ എന്ന് പറയാൻ പറ്റും. നല്ലൊരു മൂവി.